ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 3ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഇന്ന് ഇംഗ്ലീഷ് ആയിരുന്നു എക്സാം. അപ്പോൾ കൂട്ടുകാരൊക്കെ എക്സാം എഴുതി കഴിഞ്ഞിട്ടിരിക്കുകയാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കീ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അബിൻ ആൻഡ് ഹിസ് മദർ വർ സ്റ്റാൻഡിങ് ഓൺ ദ എവിടെയായിരുന്നു സീഷോർ. ദെൻ രണ്ടാമത്തെ, വാട്ട് ഡിഡ് അബിൻ നോട്ടീസ് അറൗണ്ട് ദ ബോട്ട്സിൻ്റെ അവിടെ എന്താണ് അബിൻ നോട്ടീസ് ചെയ്തത്? എന്താണ്? ക്രൗസ് ഫ്ലൈയിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം, ഹൂ ടുക്ക് ദ വീഡിയോ ഓഫ് ദ ബോട്ട്സിൻ്റെ വീഡിയോ എടുത്തത് ആരാണ്? അബിൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേവ്സ് വർ ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ദ സീ. അപ്പോൾ കടലിൽ വേവ് താഴേക്കും മേലേക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ? എന്താണ്? ശരിയാണ്, ട്രൂ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് വാസ് എ ഫൈൻ മോർണിംഗ് ഡാഷ്. അപ്പോൾ ഒരു ഫൈൻ മോർണിംഗ് ആയിരുന്നോ? അല്ല, അത് തെറ്റാണ്. അപ്പോൾ ഫോൾസ്. ഓക്കെ, രണ്ടാമത്തെ ആക്ടിവിറ്റി 2, കോൺവേഴ്സേഷൻ. ദ ക്രെയിൻ ടുക്ക് അബിൻ ഹോം. ഹിസ് മദർ വാസ് വെയിറ്റിംഗ്. ഷി റാൻ ടു ഹിം ആൻഡ് ഹഗ്ഗഡ് ഹിം. വേർ ആർ യു മൈ ഡിയർ. അപ്പോൾ എന്താണ്? ക്രെയിന് അബിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അബിൻ്റെ അമ്മ അബിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അബിനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. നീ എവിടെ ആയിരുന്നു മോനെ എന്ന് ചോദിച്ചു. ദെൻ കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് അബിൻ. അപ്പോൾ ഇനി അമ്മയും അബിനും തമ്മിലുള്ള കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം മദർ ചോദിക്കുന്നുണ്ട്, വേർ യു മൈ ഡിയർ, നീ എവിടെയായിരുന്നു? അപ്പോൾ അബിൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ വാസ് ഇൻ ദ ഫോറസ്റ്റ്, ഞാൻ കാട്ടിലായിരുന്നു. ദെൻ മദർ, ഹു ബ്രോട്ട് യു ബാക്ക്. അപ്പോൾ അബിൻ പറയും, ദ ക്രെയിൻ ടേക്ക് മീ ബാക്ക്. വേർ ഈസ് ഇറ്റ്. അപ്പോൾ അതെവിടെ? അപ്പോൾ അബിന് പറയും, ഇറ്റ് വാസ് ബാക്ക് ഇൻ ടു ദ ഫോറസ്റ്റ്, അത് തിരിച്ച് ഫോറസ്റ്റിലേക്ക് തന്നെ പോയി. അപ്പോൾ അമ്മ ചോദിക്കും, ആർ യു ഓൾ റൈറ്റ് നൗ. അപ്പോൾ നിനക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അബിൻ, യെസ് മോം. മദർ, ഹാവ് യു ടീ ആൻഡ് ബ്രെഡ്. അപ്പോൾ എന്താണ്? നീ ടീയും ബ്രെഡും കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മ അബിന് കൊടുക്കുകയാണ്. അപ്പോൾ അബിന് ഓക്കെ മോം എന്ന് പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ അടുത്തത് ഒരു ക്രോസ് വേർഡ് പസിലാണ്. അപ്പോൾ ഒന്നാമത്തെ, അവർ ഹോം ഈസ് ഇൻ ദ സീ, വി കം ടു ദ ഷോർ ആൻഡ് ഗോ ബാക്ക്. അപ്പോൾ അത് ഒന്നാമത്തെ, അത് ആരായിരിക്കും? അത് ആദ്യത്തെ അക്ഷരം W തന്നിട്ടുണ്ട്. അപ്പോൾ അത് വേവ്സ് ആണ്, വേവ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ഐ ആം നോട്ട് എ ബേർഡ്. ഞാനൊരു ബേർഡ് അല്ല. ഐ ഹാവ് എ ടെയിൽ, പക്ഷേ എനിക്കൊരു ടെയിൽ ഉണ്ട്. ഐ ക്യാൻ ഫ്ലൈ ഹൈ, എനിക്ക് നല്ല ദൂരം പറക്കാൻ കഴിയും. അപ്പോൾ അത് ആരായിരിക്കും? രണ്ടാമത്തെ, നേരെ അക്രോസ് ആയിട്ടുള്ള ആദ്യത്തെ അക്ഷരം K ആണ്. അപ്പോൾ അത് കൈറ്റ് എന്ന് വരും. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ, ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്, ഞാൻ റൗണ്ട് ഷേപ്പിലാണ്. പീപ്പിൾ വിയർ മീ ഓൺ ദയർ ഫിംഗേഴ്സ്. അപ്പോൾ മനുഷ്യന്മാരൊക്കെ എന്നെ കയ്യിലിടും. അപ്പോൾ ആരായിരിക്കും? ഞാൻ ആദ്യത്തെ അക്ഷരം R ആണ്. അപ്പോൾ ഞാൻ റിങ് ആയിരിക്കും. ദെൻ ഡൗൺ, ഇനി ഡൗൺ ആണ് നോക്കാൻ പോകുന്നത്. യു ക്യാൻ ഫീൽ മീ ബട്ട് യു കനോട്ട് സീ മീ വെൻ ഐ ബ്ലോ ഐസ് ദിസ് വേ. അപ്പോൾ എന്താണ്? നിങ്ങൾക്ക് എന്നെ ഫീൽ ചെയ്യും, പക്ഷെ കാണാൻ പറ്റില്ല. ഞാനിങ്ങനെ ബ്ലോ ഒക്കെ ചെയ്യും. അപ്പോൾ ആരായിരിക്കും? അത് വിൻഡാണ്. ആദ്യത്തെ അക്ഷരം W എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വിൻഡ് എന്ന് വരും. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, യു ക്യാൻ സീ മീ ഇൻ ദ സ്കൈ, യു കനോട്ട് സീ മീ അറ്റ് ദ നൈറ്റ്. അപ്പോൾ എന്താ? എന്നെ ആകാശത്ത് കാണാൻ പറ്റും, എന്നെ രാത്രി കാണാൻ പറ്റില്ല. അപ്പോൾ അത് ആരായിരിക്കും? അത് ആദ്യത്തെ അക്ഷരം S ആണ്. 3 അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ അത് സൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്രോസ് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി 4 ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരെ പിക്ചർ ഒന്ന് നോക്കുക, എന്നിട്ട് നമുക്കത് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ എഴുതാം. ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ്. സം ടോൾ ട്രീസ് ആർ നിയർ ദ റിവർ. എ ക്രീപ്പർ ഈസ് വൂണ്ട് അറൗണ്ട് ദ ട്രീ. മെനി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആർ ബ്ലോസംസ്. എ ടൈഗർ ഈസ് വാച്ചിങ് ദ സ്നേക്ക് ബിഹൈൻഡ് ദ ബുഷ്. സം ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. ദർ ആർ സം ബേർഡ്സ് ഫ്ലൈയിങ് ഓവർ ദ ഹിൽസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then അടുത്ത ആക്ടിവിറ്റി റീഡിംഗ് കംപ്രഹെഷൻസ് ആണ്. read the story and answer the questions below. The lion was sleeping under a tree. The mouse ran up and down his body. The lion got up and became angry. The lion caught the mouse. He wanted to kill the mouse. Please don't kill me. Leave me, please, cried the mouse. The lion let the mouse free. One day the mouse heard the roar of the lion. Help me, help me, the lion cried out. The mouse came there
and cut the net. Thank you, friend. You saved my life, said the lion. The mouse and the lion become friends. അപ്പോൾ എന്താണ് ഒരു സ്റ്റോറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ലയൻ്റെയും അതുപോലെ തന്നെ മൗസിൻ്റെയും ഒരു സ്റ്റോറി. ഇനി നമുക്കതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് നോക്കാം. എ ലയൺ വാസ് സ്ലീപ്പിംഗ് അണ്ടർ എ എന്തിൻ്റെ അടിയിലായിരുന്നു? ട്രീ. അണ്ടർ എ ട്രീ. അപ്പോൾ ആദ്യത്തെ ലൈനിൽ തന്നെ ഉണ്ട് അണ്ടർ എ ട്രീ. ആൻഡ് വൈ ഡിഡ് ദ ലയൺ ബിക്കം ആംഗ്രി? എന്തുകൊണ്ടാണ് ഈ ലയണിന് ദേഷ്യം വന്നത്? എന്തുകൊണ്ടാണ്? എ മൗസ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ഹിസ് ബോഡി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ദേഷ്യം വന്നത്. പ്ലീസ് ഡോൺ കിൽ മീ, ലീവ് മീ പ്ലീസ്. ഹൂ സെഡ് ദിസ് വേർഡ്സ്? അപ്പോൾ എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വെറുതെ വിടൂ എന്ന് ആരാണ് പറഞ്ഞത്? മൗസാണ് പറഞ്ഞത്. മൗസ്. ഓക്കെ, ഈ നെക്സ്റ്റ് ദ ലയൺ കിൽഡ് ദ മൗസ്. ഈ ലയന് മൗസിനെ കൊന്നു. എല്ലാം തെറ്റാണ്, അപ്പോൾ ഫോൾസ്. ദ മൗസ് ആൻഡ് ദ ലയൺ ബിക്കം ഫ്രണ്ട്സ്. അപ്പോൾ അത് ട്രൂ ആണ്. അപ്പോൾ അവിടെ ട്രൂ. ലാസ്റ്റ് Activity 6 story. Look at the picture. Write the events in your own words. അപ്പോൾ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ നോക്കിയിട്ട് നമ്മുടെ വേർഡ്സിൽ സ്റ്റോറി എഴുതുക. അപ്പോൾ എന്താണ്? ആദ്യത്തെ ഒരു കുട്ടി ഒരു കുട പിടിച്ചിട്ട് നടക്കുന്നുണ്ട് മഴ പെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ എ ചൈൽഡ് ഈസ് വാക്കിംഗ് വിത്ത് എൻ അംബ്രല്ല വെൻ ഇറ്റ് ഈസ് റെയിനിങ്. ഇനി രണ്ടാമത്തെ എന്താ? മഴ വന്നിട്ട് കാറ്റൊക്കെ വീശിയപ്പോൾ ആ കുട ഇങ്ങനെ പറക്കുന്നുണ്ട്. മാത്രമല്ല ഒരു പക്ഷി വന്നിട്ട് ആ കുട ഇങ്ങനെ തട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. എ ബേർഡ് കെയിം ആൻഡ് ഗ്രാബ്ഡ് ദ അംബ്രല്ല. ഇനി മൂന്നാമത്തെ പിക്ചറിൽ എന്താ? അംബർലയിട്ട് ആ ബേർഡ് പറന്നു പോകുന്നുണ്ട്. ദ ബേർഡ് ഫ്ലൂ അവേ വിത്ത് ദ അംബർല. ഇനി ലാസ്റ്റ് വൺ എന്തുണ്ടായി? ദ ബേർഡ് മെയ്ഡ് ദ അംബർല ആസ് ദെയർ ഹോം. അപ്പോൾ ഈ ബേർഡ് ആ കൊട തൻ്റെ വീടാക്കി മാറ്റിയിട്ട് അവിടെ കുട്ടികളൊക്കെ താമസിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റോറിയിൽ ഓരോ കാര്യങ്ങളും പറയണത്. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റത്തെ ആക്ടിവിറ്റി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. കൂട്ടുകാർ ഇതിനെല്ലാം ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.